നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുകയാണ്. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചുവെന്നാണ് നടിയുടെ പരാതി. ജയസൂര്യ വീണ്ടും കുരുക്കിലാവുകയാണ്. ഇതിപ്പോൾ ആദ്യത്തെ തവണയല്ല ജയസൂര്യയുടെ പേര് ഇതിൽ പരാമർശിക്കപ്പെടുന്നത്. വീണ്ടും ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു പരാതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരികാലി മൃഗങ്ങളാണ്. ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ജയസൂര്യ ഇനി തിരക്കിലാകുമെന്നാണ് തോന്നുന്നത്. കാരണം രണ്ടാമത്തെ പരാതിയാണ് ജയസൂര്യക്കെതിരെ ഉയർന്നിരിക്കുന്നത്. സാർ, എന്നെ ഒന്നും ചെയ്യരുത് സാർ, എനിക്കറിയാതൊരു അബദ്ധം പറ്റിയതാ. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും വിശ്വാസാവില്ല. 2013 തൊടുപുഴയിൽ വെച്ച ഒരു സിനിമാ സെറ്റിൽ ജയസൂര്യ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമാ സെറ്റിൽ വെച്ചുകൊണ്ട് തന്നെ കടന്നു പിടിച്ചു ജയസൂര്യ എന്നുള്ളതാണ് നടി ആരോപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കുറ്റം. അബദ്ധം പറ്റിയതാ സാർ. എങ്ങനെ അബദ്ധം? ഇനിയിപ്പോൾ അതിൽ കേസെടുക്കുക എന്നുള്ള നടപടികളാണ് ബാക്കിയുള്ളത്. ഒരുപക്ഷെ ഇതിനിടയ്ക്ക് ഈ നടി ഇന്ന് പേര് പരസ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. തട്ടിപ്പാണല്ലേ? ആ പാവം ഉണ്ണിയമ്മയെ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച്. എന്തായാലും ജയസൂര്യക്കെതിരെ രണ്ടാമത്തെ പരാതിയാണ് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളുടെ തുടർച്ചയായി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടും സമാനമായിട്ടുള്ള ആരോപണങ്ങളാണ് ജയസൂര്യക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. താൻ ജാതകം നോക്കേണ്ട കാര്യം, തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽവാസവും തനിക്ക് ഫലം. ഇനി ഇവന്മാര് വെളിച്ചം കാണില്ല.